ഹലോ ഡിയേഴ്സ്, ഈ ഒരു ചെടി നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും, പലരുടെയും വീട്ടിലും കാണും അല്ലേ. ഞാനും ഇത് പല സ്ഥലങ്ങളിലും വളരെ തിക്കായിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് വളർന്നത് കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള നഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ തൈകൾ വാങ്ങിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ വെപ്പിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ വെച്ച സമയത്ത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല തിക്കായിട്ട് അതിൽ ഫ്ലവറൊക്കെ വന്നിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നെക്സ്റ്റ് ടൈം അത് ഫ്ലവർ വരാനായപ്പോഴത്തേക്ക് ഇതാ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ മാത്രമാണ് കേട്ടോ ഫ്ലവറുകൾ വരുന്നത്. വന്നു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നന്നായിട്ട് പുഴുക്കൾ വരുന്നുണ്ട്. അങ്ങനെ ഇത് വേഗം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കൂടാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലുള്ള ചെടികൾ മൊത്തമായിട്ട് ഉണങ്ങിപ്പോവുകയും ചെയ്തു, അത് നശിച്ചു പോയി. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വല്ല ഐഡിയ ഒന്നും എനിക്കില്ല. എനിക്ക് ചെടികളെക്കുറിച്ച് വല്ല ഐഡിയ ഒന്നുമില്ല കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നും, ആ ഒരു ഇഷ്ടത്തിന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ ഫ്ലവർ വന്ന് ഉണങ്ങിയതിന് ശേഷം കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് പുതിയ കമ്പൊക്കെ വന്ന് ഫ്ലവറൊക്കെ വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പിന്നെ ഫ്ലവേഴ്സ് ഒന്നും വരുന്നില്ല. പിന്നെ പുതിയ ചെടികൾ ഉണ്ടായിട്ട് അതിൽ നിന്നാണ് ഫ്ലവർ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇതൊന്നും നന്നായിട്ട് തിക്കായിട്ട് വളരാനും ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഒന്ന് വന്ന് കാണാനും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്ലാന്റ് ലവേഴ്സും ഗാർഡൻ ലവേഴ്സും ഒക്കെ ആയിട്ടുള്ള എൻ്റെ കൂട്ടുകാർ ഇതിനെക്കുറിച്ചുള്ള ഐഡിയാസ് ഒന്ന് ഷെയർ ചെയ്ത് തരണേ. പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെന്നും ഈ ഒരു ചെടിയെക്കുറിച്ച് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വരാൻ എന്ത് ചെയ്യണം എന്നുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അറിയുന്നവരൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങളിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.